എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, നിച്ചുടിക്ക് അംഗനവാടിയിലൊക്കെ പോകേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നോക്കാം. തലേന്ന് തന്നെ അരച്ച് വെച്ചതുകൊണ്ട് ദോശക്കുള്ള മാവൊക്കെ അവിടെ റെഡിയാണ്, അതിൻ്റെ ഒരു പണി നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വയറ്റി സെറ്റാക്കിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച ഉടനെ നമ്മൾ വർക്ക് ഏരിയയിലെ ജനൽ അങ്ങ് തുറന്നിടും കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഹാളിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ എല്ലാം വർക്ക് ഏരിയയിൽ നമുക്ക് കേൾക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാനും കാണാനും എല്ലാം പറ്റുമല്ലോ. അതുകൊണ്ട് ആ ജനൽ എപ്പോഴും അങ്ങ് തുറന്നിടും. അപ്പോൾ നിച്ചോട്ട് എണീക്കുന്നേ ഉള്ളൂ, അതിന് മുന്നേ ദോശ പരിപാടിയെല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. ദോശ ചുടാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അമ്മേൻ്റെ കോൾഡിൻ്റെ കാര്യമൊക്കെ കുറേ പേര് മെസ്സേജായിട്ടും അതുപോലെ തന്നെ കമൻസ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഏകദേശം ഓക്കെ ആയി. ഇപ്പോൾ ഞാൻ ഈ ഡബ് ചെയ്യുന്ന സമയത്തേക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ 2 ദിവസം മുന്നേ എടുത്തതാണ്. അപ്പോൾ എല്ലാം നല്ലോണം കോൾഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ദോശ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലേന്ന് അരച്ചു വെച്ച സമയത്ത് നമുക്ക് ഇങ്ങനെയല്ലേ, ദോശ ഇടലേക്കാണെങ്കിൽ രാവിലെ ടെൻഷൻ ഇല്ല. അല്ലാത്ത സമയം രാത്രി ഇങ്ങനെ ചിന്തിക്കേണ്ടി വരും, എന്താന്ന് കടി ഉണ്ടാക്കണ്ടേ, എന്താ കറി ഉണ്ടാക്കണ്ടേ എന്നുള്ള കാര്യം. ഈ ദോശ, ഇഡലി, പുട്ട്, ഇടിയപ്പം, വെള്ളയപ്പം, ഉപ്പുമാവ് ഇതൊക്കെ അല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഒരാഴ്ച ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാനായി. അതിനപ്പുറം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സാധാ മലയാളികൾ അങ്ങനെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റോ ബ്രെഡോ പഴോ അങ്ങനെയൊന്നും ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്ന ആൾക്കാരല്ലല്ലോ. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്കതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ഇനി അങ്ങോട്ട് ശീലിക്കാനും അത് പ്രശ്നമാണ്. അതുകൊണ്ട് ദോശ ഇഡലിയും തന്നെ നമുക്ക് ശരണം. നമുക്ക് ദോശയും ചട്നിയാണ്. നിച്ചുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് ക്യാരറ്റും അതുപോലെ തന്നെ ഉള്ളി ആവശ്യമുണ്ട്. തലേ ദിവസം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിന് എനിക്ക് ഈ സാധനം വേണം എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവച്ചു. അപ്പോൾ നിച്ചുട്ടി എണീച്ച് സെറ്റായി കഴിഞ്ഞാൽ ചൂടോടെ അങ്ങ് ചുട്ട് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയാണ്. ഗുഡ് മോർണിംഗ് വാവാച്ചി, എന്തിനാ കരയുന്നേ? ഗുഡ് മോർണിംഗ് പന്നാ. ഗുഡ് മോർണിംഗ് ചുക്കുടു, വാ എണീക്കാം. ഗുഡ് മോർണിംഗ് ആയല്ലോ, രാവിലെ ആയല്ലോ. വാ അപ്പം നിച്ചു വാവ ഉറക്കെണീറ്റേ. രണ്ട് മേത്ത് കിടക്കുന്നത്രേ. ഇത് നിച്ചു കുറച്ച് നേരത്തെ എണീറ്റു, അല്ലെങ്കിൽ 8:30 ആവലുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട്. 8 മണി ആവുന്നതേ ഉള്ളൂ, 7:50 മറ്റേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് എണീച്ചിട്ടുണ്ട് നീച്ചൂട്ടി. എണീച്ചുട്ടാ, അവർക്ക് മതിയായടാ, അവർക്ക് മതിയായടാ. തെളിഞ്ഞിട്ടില്ല. നിച്ചിങ്ങനെ എണീറ്റ് നോക്കുമ്പം അമ്മ അടുത്തില്ലെങ്കിൽ അപ്പം എണീക്കും. എപ്പോഴാണോ അമ്മ അടുത്തില്ലാത്ത അപ്പം കരിയോ നീച്ചുട്ടാ. അച്ഛൻ ഉണ്ടെങ്കിലും അമ്മ ഇല്ലെങ്കിൽ നീച്ചുട്ടി കരിയും. നിച്ചുട്ടിനെ എണീപ്പിച്ച് ഒന്നിങ്ങനെ പുറത്തെല്ലാം കൊണ്ടുപോയി ലൈറ്റൊക്കെ കാണിച്ച് മുഖം കഴുകിച്ച് നേരെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും കേട്ടോ. ആ പല്ല് തേക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ മൂഡ് ശരിയാകാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. നേരെ കയ്യോടെ പല്ല് തേപ്പിച്ച് കഴിഞ്ഞാൽ മുഖത്ത് വെള്ളം വീണ് പല്ലെല്ലാം തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടൂലേ. അതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ഉഷാറായിട്ട് അങ്ങ് കളിച്ചോളും. അല്ലെങ്കിൽ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ട് അമ്മയെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവേ. ഇപ്പം നിച്ചുട്ടിക്കും അത് ശീലമായി. ആദ്യമെല്ലാം കരച്ചിലായിരുന്നു, പല്ല് തേക്കണ്ട ഇപ്പോഴേ തേക്കൂല എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം ശീലമായി, നേരെ കൊണ്ടുപോയിട്ട് പല്ല് തേപ്പിക്കും എന്തായാലും എന്നറിയാം. അംഗനവാടിയിൽ പോകാനും ഇപ്പം വലിയ മടിയൊന്നുമില്ല കേട്ടോ. അന്നെല്ലാം മുന്നേ കരച്ചിലായിരുന്നു, രാവിലെ എണീച്ചിട്ട് പോണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല, കുറച്ച് ഇഷ്ടമാണ് പോകാൻ വേണ്ടിയിട്ട്. പോണ്ടാന്നുള്ള കാര്യമൊന്നും പറയില്ല. ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കുന്തം പോലെ ഇരിക്കുന്നു വിചാരിക്കുന്നുണ്ടാവും. നിച്ചു ബാത്റൂമിൽ പോയിട്ടാണുള്ളത്, ടോയ്ലറ്റ് പോയിട്ടാണുള്ളത്. അപ്പം നിച്ചുവിന് നമ്മൾ ക്ലോസറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിനെ. നമ്മുടെ ക്ലോസറ്റിൻ്റെ മുകളിൽ തന്നെ വെക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ. അപ്പം ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഇപ്പം ക്ലോസറ്റിൽ തന്നെ പോകാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഈസിയാണ്, അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് നല്ല കൺവീനിയൻ്റ് ആയി പോകാൻ വേണ്ടിയിട്ട്. യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മുകളിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും അത്. അപ്പോൾ കുറച്ച് നേരം വെച്ച് ടോയ്ലറ്റിലെല്ലാം പോയിട്ട് വരട്ടെ. ഇനി കുളിക്കലും എല്ലാം ബാക്കിയുണ്ട് അത്രേ. ഇപ്പം ഞാൻ പണിയെടുക്കുന്ന സമയത്ത് നിച്ചുട്ടി എൻ്റെ പിന്നാലെ കൂടും. അത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എല്ലാം എൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കാൻ നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിച്ചുവിന് ഒരു സാധനം ഉണ്ടാക്കണം എന്ന്. അതെന്നാന്ന് ഇപ്പോൾ പറഞ്ഞേക്കാം, ഊത്തപ്പമാണേ. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിച്ചുവിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു എനിക്ക് ഊത്തപ്പം വേണം അമ്മ, ഇന്നലെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായി. ഞാൻ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂല, അത് മാവിൽ അരച്ച് വെക്കണം, നാളെ ഉണ്ടാക്കി തരാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ രാവിലെ ഏതായാലും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഉള്ളിയും ക്യാരറ്റും എടുത്തുകൊണ്ടുവന്നത്. അത് മുറിച്ചിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിച്ചു വരുന്ന സമയം കൊണ്ട് ആക്കിയാൽ മതി, എന്നാൽ ചൂടോടെ അങ്ങനെ അങ്ങ് കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പം ഉള്ളിയും ഇതൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ട് വേഗം അടിച്ചെടുക്കാം.
ഈ ഒരു കുന്ത്രാണ്ടം ഉണ്ടല്ലോ, ഇത് ഞാൻ പണ്ടേ കണ്ടപ്പോഴും വിചാരിക്കും ഇതിൻ്റെ ആവശ്യം എന്നാപ്പോൾ ഇതിന് വലിയ ഉപകാരമൊന്നും ഇല്ലാതെ വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടേ ഉണ്ടായിട്ട്. ഇപ്പോൾ ഒരു 1.5 കൊല്ലമായി വാങ്ങിച്ചിട്ട്. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായത് നമുക്കിങ്ങനെ കുരുകുരാന്നെല്ലാം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിച്ചുട്ടിക്ക് ഊത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള സാധനം ആക്കിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇനി എടുത്താൽ മതിയല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉച്ചക്കേക്കുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്ത് വെക്കും കേട്ടോ, നിച്ചുട്ടി പോകുന്നതിനുള്ളിൽ. അങ്ങനെ അതാണെങ്കിൽ നമുക്ക് കുറേ സമയമുള്ള പോലെ തോന്നും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിച്ചൂട്ടി പോകുമ്പോൾ തന്നെ ചടപടാന്നാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. കാബേജ് തോരനാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് കാബേജ്. ഈ കാബേജും ഉണ്ടല്ലോ ഞാനിപ്പോൾ ഈ ചോപ്പറിലിട്ടിട്ടാണ് മുറിച്ചെടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ ചോപ്പറിലിട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കിട്ടും. നമ്മളിങ്ങനെ കൊത്തി നുറുക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് തന്നെയാണ് ഇതും ചെയ്യൽ. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കോറോത്തില്ല ആണ്. എൻ്റെ കോറോം ഭാഷ മാറിയിട്ട് കുറച്ച് ഓവർ ആവുന്നുണ്ട് ഇപ്പം എന്നുള്ളത്. അത് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, അതങ്ങനെ ആയി പോകുന്നതാണ്. കോറോം ഭാഷ എന്തായാലും മാറും. ഞാനിപ്പോൾ 6-7 കൊല്ലമായില്ലേ കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. പിന്നെ ഇവിടെ ഉള്ളവരും അമ്മയെല്ലാം കാണുന്നില്ല സംസാരിക്കുന്ന പക്ക കണ്ണൂർ ഭാഷയല്ല സംസാരിക്കുന്നത്, മിക്സാണ്. പാലക്കാട് ആയതുകൊണ്ട് അപ്പോൾ അമ്മയോട് സംസാരിക്കും. പിന്നെ ഇവിടെ ചുറ്റുവട്ടമുള്ളവരും നമ്മളെ ലോക്കൽ കണ്ണൂർ ഭാഷ അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കലില്ല, നമ്മളെ കോറോം ഭാഷ പോലത്തെ ഭാഷ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ കുറച്ചൊരു മാറ്റം വരുമല്ല. പിന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടും കുറച്ച് മാറ്റം വരുത്തലുണ്ട്. നമ്മൾ തനി നാടൻ കണ്ണൂർ ഭാഷ പറയുമ്പോൾ ചിലവർക്കൊന്നും കേൾക്കുമ്പോൾ അത്ര ഒരു ഇഷ്ടം ഉണ്ടാവില്ല, സുഖം ഉണ്ടാവില്ല, ചിലവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അതിന് വേണ്ടിയിട്ട് പണ്ടേ മാറ്റി ഇപ്പം ഇങ്ങനെ ആയി പോയതാണ് കേട്ടോ, അല്ലാണ്ട് വേണം വിചാരിച്ചിട്ട് ഓവറാക്കുന്നതല്ലേ. അങ്ങനെ കാബേജൊക്കെ മുറിച്ചിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും കൂടെ നല്ലോണം തിരുമ്മി വെക്കുന്നുണ്ട്. പണ്ട് അമ്മ ചെയ്തിട്ട് കണ്ടതാണ് ഇങ്ങനെ. എന്നിട്ട് അമ്മ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞിട്ട് കളയുന്ന കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഷാംശം എല്ലാം പോകുന്നതാണ് പണ്ട് പറയുന്നത് കേൾക്കൽ. അപ്പോൾ അതവിടെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയും കഴുകിയിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ചോറും വറവുമായി. പിന്നെ കറീൻ്റെ കാര്യം മാത്രമല്ലേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ചോറാക്കാൻ പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അതിനകത്ത് ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഹോട്ട് പോട്ടിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോഴേക്കാവും. ഇത് അത്യാവശ്യം നല്ല വേവില്ല അരി ആയതുകൊണ്ട് കുറച്ച് സമയം ആവശ്യമുണ്ട്. ചെയ്തോവാ രാവിലെ കളറിങ്ങിലാണ് നിച്ചുട്ടി. നിച്ചുട്ടി എന്ന് പറഞ്ഞിട്ട് അമ്മമ്മയാണല്ലോ ചെയ്യുന്നത്. ഇത് നിച്ചു ഒറ്റ കൊടുത്താ അതെയാ? പുറത്തൊന്നാവാണ്ട് ഗുഡ് ഗേൾ ആയിട്ട് കൊടുത്തിനല്ലോ. അത് വെച്ചിട്ടാ അതെയാ? വാ കുളിക്കാലോ, നമുക്ക് സമയമായി. വാ കുളിക്കാലോ. വാ ബാക്കി കളറ് പിന്നെ വന്നിട്ട് ബാക്കി കളറ്. വാ വേഗം, സമയമായി പൊന്നാ, വേഗം വാ, സമയമായി. അമ്മ ഊത്തപ്പ ആക്കട്ടെ, വാവക്ക് ഊത്തപ്പ വേണമെന്ന് പറഞ്ഞിട്ടേ അമ്മ ആക്കട്ടെ. അത് അപ്പോഴേക്കും അച്ഛൻ കുളിപ്പിക്കും. വാ വെള്ളം വെച്ചിട്ടുണ്ട് അമ്മ. വാ നിച്ചൂട്ടിനെ രാവിലെ എല്ലാ ദിവസവും ഏട്ടനാണ് കേട്ടോ കുളിപ്പിക്കുക. അതൊരു റുട്ടീൻ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ കുളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. പക്ഷെ ഞാൻ കരഞ്ഞാലും അങ്ങനെ മൈൻഡാക്കാണ്ട് അങ്ങനെ ഏട്ടനെ കുളിപ്പിക്കുക എന്നുള്ള സെറ്റപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫുഡാക്കലും നിച്ചുവിൻ്റെ ബാക്കി കഴിക്കേണ്ട ഇതെല്ലാം സെറ്റാക്കലും അങ്ങനെയെല്ലാം ചെയ്യാമല്ലോ. അപ്പം അതൊരു റുട്ടീനിലേക്ക് ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങൾ കരിയുമ്പോണ്ടല്ലോ കരിയിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അവർ ഇത് മാറുകയേ ഇല്ല. 1-2 ദിവസം കരിയിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവർ റുട്ടീനിലേക്ക് വന്നോളൂ. ഇപ്പം അങ്ങനെയാണ് കേട്ടോ നിച്ചുട്ടിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നിച്ചു ഏതായാലും കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അഴുക്കായതെല്ലാം ഗ്യാസെല്ലാം ഒന്ന് തുടച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഊത്തപ്പം ചൂടാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കണം. ആ സമയം കൊണ്ട് കാബേജ് തോരനും കൂടെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കടുകും പൊട്ടിച്ച് ഉഴുന്ന് പരിപ്പും പൊട്ടിച്ചിട്ട് നമ്മൾ കറിവേപ്പിലെല്ലാം ഇട്ട് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള കാബേജിൻ്റെ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാബേജ് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. എനിക്ക് പണ്ടൊന്നും കാബേജ് ഇഷ്ടം ഉണ്ടായിട്ടില്ല, ഇപ്പം കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കാബേജ് വാങ്ങിക്കലുണ്ട്. നിച്ചൂട്ടിനെ കൊണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പണിയെല്ലാം തുടങ്ങുന്നുണ്ടെങ്കിൽ എന്നുണ്ടല്ല. ഒരു 10 മണി 10:15 നിച്ചൂട്ടിനെ കൊണ്ടാക്കിയിട്ട് വരും. പക്ഷെ 1 മണി ആയാലും പണി തീരുമല്ല, നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കേണ്ടി വരും. എല്ലാവരും അവസ്ഥ ഇതന്നെ ആയിരിക്കും അല്ലേ. രാവിലെ തീർന്നാൽ അങ്ങ് തീർന്ന്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല, പണി തീരുകയില്ല, അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ എല്ലാവരും രാവിലെ തന്നെ വേഗം മാക്സിമം തീർക്കാൻ നോക്കുന്നത്. സ്കൂളിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ഇതന്നെ രാവിലെ തന്നെ ആയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് നിച്ചുട്ടിക്ക് ഒരു സിമ്പിൾ ഊത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ മാവ് ഇങ്ങനെ ആക്കി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എന്നാന്ന് ക്യാരറ്റും ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിട്ടേ അതിട്ട് കൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിടാണ്ടും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ തിരിച്ചിടാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ നിച്ചുട്ടി അത് മാത്രം പറക്കി തന്നും. അത് ഞാൻ തിരിച്ചിട്ടിട്ട് അതിനൊന്നാടെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അതിനോട് അങ്ങ് കടിച്ചെടുത്തോളും. ഇന്ന് തിന്നോന്നും അറിയില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായി. അതുകൊണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ വീണ്ടും അതന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നേ ഉള്ളൂ.
ഒരു പ്രൈവറ്റ് സ്കൂളിലോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ വിടുന്നവരാണെങ്കിൽ രാവിലെ തന്നെ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും എല്ലാം സെറ്റാക്കി വെക്കണ്ടേ അല്ലേ? നമ്മൾ ഗവൺമെൻറ് സ്കൂളിലും സാധാരണ അംഗനവാടിയിലൊന്നും ആണെങ്കിൽ കുഴപ്പമില്ല, ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ രാവിലെ ഭയങ്കര ഹറിബറി ആയിരിക്കുമല്ലോ, നേരത്തെ എണീറ്റ് എല്ലാം സെറ്റാക്കി വെക്കേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ. നമ്മൾ വീഡിയോസ് എല്ലാം കാണുമ്പോൾ കാണുന്നില്ലേ, ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കാണുമ്പോൾ വിചാരിക്കലുണ്ട് രാവിലെ തന്നെ ചെറുപട എല്ലാം സെറ്റാക്കണ്ടേ എന്നുള്ള കാര്യം. ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ പ്രശ്നമേ ഇല്ല, ചോറും കഞ്ഞിയും സാധനങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും. Uttapam for you. ഞാൻ കഴിക്കട്ടാ. നിച്ചോട്ടി കഴിക്കുമ്പോൾ തന്നെ ഇപ്പം ഞാനും കഴിക്കൂട്ടാ. ഞാൻ അതിന് മുന്നെയോ ശേഷമോ കഴിക്കാൻ നിൽക്കലില്ല. ആ സമയത്ത് തന്നെ കഴിച്ചാൽ എന്തായാലും നിച്ചോട്ടി കഴിക്കുമ്പോൾ അവിടെ ഇരിക്കണമല്ലോ, അത്ര പോലെ സമയം വേഗം ആവുമല്ലോ. അതുകൊണ്ട് ഇതാ ക്യാബേജ് വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ എനിക്കുള്ള ദോശയും ചട്നിയും എല്ലാം എടുത്തിട്ട് നിച്ചോട്ടിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിച്ചോട്ടിക്ക് വായിൽ വെച്ച് കൊടുക്കും. ചില സമയത്ത് ഒറ്റക്ക് കഴിക്കുക, പക്ഷെ ഒറ്റക്ക് കഴിച്ചാലും മുഴുവൻ കഴിക്കൂല, കുറച്ച് കഴിച്ചിട്ട് മതി എന്ന് പറയും. അതുകൊണ്ട് മാക്സിമം ഞാൻ രാവിലെ കൂടി ഇരുന്നിട്ട് തന്നെ കൊടുക്കും. അപ്പോൾ രാവിലെ കഴിച്ച് കുറച്ച് ഒന്ന് വയറ് നിറച്ചിട്ട് വിട്ടാൽ മാത്രമേ സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. പോയി കഴിഞ്ഞാൽ അയ്യോ വിശക്കുന്നുണ്ടാവോ കരിയുന്നുണ്ടാവോ എന്നുള്ള ടെൻഷൻ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മിനിമം ഒരു ദോശയെങ്കിലും കൊടുത്തിട്ട് മാത്രമേ നിച്ചോട്ടിനെ എപ്പോഴും വിടലില്ലൂ. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കഴിച്ചോളും. ആ സമയം കൊണ്ട് മുടിയും ഉണങ്ങുമല്ലോ, നല്ല ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ട് വെക്കും. നിച്ചോട്ടി രാവിലെ തന്നെ തല കഴുകലുണ്ട്, തല കഴുകാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഉണർവ് കിട്ടൂലല്ലോ. അവിടെ മുടി ഉണങ്ങണം, കെട്ടണമെങ്കിൽ ഉണങ്ങണമല്ലോ പോകുമ്പോഴേക്കും. അവിടെ നല്ല സ്പീഡിൽ ഫാനും ഇട്ട് ആ ചായ കുടിക്കുന്ന സമയം കൊണ്ട് മുടിയും ഉണങ്ങി കിട്ടിക്കോളും. ചായ കൂടി മഹാമഹലം കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി നിച്ചൂട്ടിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇടുന്നുണ്ട്, പുതപ്പെല്ലാം ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. നേരത്തെ നിച്ചൂട്ടിനെ എടുത്ത് അങ്ങനെ പോയതല്ല, അപ്പോൾ ഏട്ടൻ എണീറ്റിട്ടും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് പുതപ്പെല്ലാം അങ്ങനെ ഉണ്ടായിനി. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി നേരെ വിരിച്ചിട്ടു. ഇനി നിച്ചൂട്ടിനെ റെഡി ആക്കിപ്പിക്കണം. ഇന്ന് യൂണിഫോം ഇടേണ്ട ദിവസമാണ്. നിച്ചൂന് ബുധനും ശനിയും യൂണിഫോം വേണ്ട, ബാക്കി എല്ലാ ദിവസവും യൂണിഫോം വേണം കേട്ടോ. കുറേ പേര് ചോദിക്കലുണ്ട് നിച്ചൂട്ടിനെ വീഡിയോസ് കാണുമ്പം ഇത് യൂണിഫോം വേണോ എന്നൊക്കെയുള്ള കാര്യം, അംഗനവാടിയിൽ യൂണിഫോം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം. നിച്ചൂട്ടിന് അംഗനവാടിയിൽ യൂണിഫോം ഉണ്ട്, കൊല്ലം മുതലാക്കിയതാണ്, കഴിഞ്ഞ കൊല്ലം വരെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നന്നായി, കുഞ്ഞുമക്കൾക്ക് യൂണിഫോമിൽ ഇട്ടിട്ട് പോകുന്നതല്ലേ നല്ലത് ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ ഉള്ള സമയത്ത്. അങ്ങനെ നിച്ചൂട്ടി വേഗം യൂണിഫോമിലിട്ട് അതിന് മുടിയെല്ലാം കെട്ടി പൊട്ടെല്ലാം വെച്ച് കൊടുക്കണം. ഈ കുഞ്ഞു മക്കൾ ഇങ്ങനത്തെ യൂണിഫോമിൽ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കുഞ്ഞു പിള്ളേർ ഈ മദ്രസയിലൊക്കെ പോകുമ്പം ഇങ്ങനെ പർദ്ദയിലിട്ടിട്ട് ഇങ്ങനെ തട്ടലിട്ടിട്ട് പോകില്ല, എനിക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പണ്ടേ ഇഷ്ടമാണ്. ഇങ്ങനെ കുഞ്ഞു മക്കൾ ഇങ്ങനെ നടന്നിട്ട് പോകുന്നത് കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നലുണ്ട്. അപ്പോൾ നിച്ചോട്ടിക്ക് യൂണിഫോം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ മുടിയെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവിടാലോ എന്ന് വിചാരിച്ചിട്ട്. അംഗനവാടിയിലും പിള്ളേർ വളരെ കുറവാണ് കേട്ടോ. ഇപ്പം എല്ലാ കുഞ്ഞുമക്കൾക്കും പനിയും ജലദോഷവും ചുമയും ഒന്നും മാറുന്നേ ഇല്ല, അതുകൊണ്ട് വളരെ കുറവാണ്. ഇന്ന് വന്ന പിള്ളേർ 2 ദിവസത്തേക്ക് ലീവായിരിക്കും, പിന്നെ പുതിയ പിള്ളേർ, അങ്ങനെ മാറി 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 ടീച്ചർ പറയുന്നുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടിട്ട് കുറേ കാലമായി എന്ന് പറയുന്നുണ്ട്. മുടി ഇപ്പം നല്ലോണം വളർന്നിട്ടുണ്ട്. നേരത്തെ കപക്കെട്ട് വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്യാന്നെല്ലാം വിചാരിച്ചാണ്, പിന്നെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടെല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ ഇപ്പം പിള്ളേർക്ക്. അതുകൊണ്ട് പിന്നെ കട്ട് ചെയ്യേണ്ടാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് എല്ലാ ദിവസവും പോകുമ്പോൾ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ മുഖത്തേക്ക് കണ്ണിലെല്ലാം വീണ് കഴിഞ്ഞാൽ അതൊരു ഡിസ്റ്റർബൻസ് അല്ലേ. അതുകൊണ്ട് കൺമഷീൻ്റെ പൊട്ടാട്ടം ഞാൻ തൊട്ട് കൊടുക്കുക, സ്റ്റിക്കർ പൊട്ട് വെച്ച് കൊടുക്കലില്ല. അതുകൊണ്ട് കൺമഷി കൊണ്ട് പൊട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് കൊടുത്താൽ അവിടെ നിൽക്കുമല്ലോ. സ്റ്റിക്കർ പൊട്ട് നല്ലതല്ല, പിന്നെ അത് വീണ് പോയാൽ പിന്നെ പൊട്ടില്ലാണ്ട് നിൽക്കേണ്ടി വരില്ലേ. അതുകൊണ്ട് ഇങ്ങനെ കൺമഷീൻ്റെ പൊട്ട് തന്നെയാണ് ഇപ്പം വെച്ച് കൊടുക്കല. കുഞ്ഞുവാവി ഉണ്ടാകുമ്പോഴുള്ള ആ കൺമഷി ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയ കൺമഷി, അതിൻ്റെ പൊട്ടനായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ബാഗെല്ലാം എടുത്ത് റെഡി ആയിട്ടുണ്ട്. അച്ഛൻ അവിടെ കുച്ചിപ്പൊടി കളിക്കുന്നുണ്ട്, അല്ല മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. മീനേട്ടൻ വന്നിട്ടുണ്ട്. 10 മണിയായില്ലേ. ഇന്ന് മീൻ അയക്കൂറ മാത്രമേ കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ബാക്കി കുഞ്ഞു കുഞ്ഞു മീനുകൾ കുറവാണ്. എന്ന് വെച്ചാൽ ആയിക്കര എന്തോ സമരം എന്തോ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് മീൻ വരുന്നത് കുറവാണ്. ഇത് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്, കണ്ണൂരിൽ നിന്ന് എങ്ങാനും വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അയക്കൂറ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അയക്കൂറ വാങ്ങിച്ചപ്പോൾ മുറിച്ച് തരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മുറിച്ച് തരണം എന്ന് പറഞ്ഞു. നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കത്തിയല്ലേ, അതിനെക്കൊണ്ട് ഇങ്ങനെ ഇട്ടൊരക്കുന്നതിനേക്കാളും ഇവരുടെ കയ്യിൽ നല്ല വലിയ കത്തി ഉണ്ടാവും, അതിനെക്കൊണ്ട് പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് മുറിച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇക്ക ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മുറിച്ച് തന്നിരിക്കുന്ന ഉപകാരമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറിച്ച് തരുന്നുണ്ട്. വലിയ മീൻ മേടിക്കുമ്പോൾ അങ്ങനെ മുറിച്ച് തരും കേട്ടോ, നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് തരും. അവരുടെ സമയം കുറച്ച് പോവും, എന്നാലും നമുക്കത് വലിയ ഉപകാരമാണ്. മീൻ മുറിക്കുന്നുണ്ടാ കണ്ടാ?
ഞാനെന്താ പോകയാ? അമ്മക്ക് തരുമോ? എൻ്റെ മോളെ അമ്മക്ക് തരുമോ? അപ്പം അമ്മയുടെ ടാറ്റ മീനൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ട് നിച്ചുട്ടിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിച്ചുട്ടി ചിരിച്ചുകൊണ്ട് ടാറ്റയെല്ലാം പറയുന്നുണ്ട്. അച്ഛനും അമ്മമ്മയും പുറത്ത് വരണം ഇവൾ പോകുന്ന സമയത്ത്, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. അങ്കൻവാടിയിലെത്തി നിച്ചുട്ടിനെ കൊണ്ടുവിട്ട് ഇനി നേരെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അവിടുന്ന് ചെല്ലപ്പോൾ ഒരു ചിണുങ്ങൽ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് ഭാഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ട്. അങ്ങനെ നിച്ചുട്ടിനെ കൊണ്ടാക്കിയിട്ട് വന്നു. രാവിലത്തെ കുറച്ച് ഹറിബറിയെല്ലാം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, ഡബ് ചെയ്യാനുണ്ട്, ഒരു ഷോർട്ട്. അത് ഫസ്റ്റ് ചെയ്യണം, ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി അടുക്കളയിലേക്ക് പോകുന്നുള്ളൂ. ഫിഷ് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് വന്നതുകൊണ്ട് എളുപ്പമായി. ഒന്ന് കഴുകിയിട്ട് സെറ്റാക്കി വെക്കുകയും വേണ്ടു. അപ്പോൾ ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് ഡബ് ചെയ്യട്ടെ. ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് എന്നിട്ട് ബാക്കി പരിപാടികളെല്ലാം ചെയ്യണം. നിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് ഒരു റിലാക്സ് ആയി. ആ ചെറുപട കഴിഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? മക്കൾ സ്കൂളിലെല്ലാം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് ഒരു റിലാക്സ്ഡ് ആയിരിക്കും. സാധാരണ എൻ്റെ കറിയും കൂടെ രാവിലെ തന്നെ ആവുന്നതാണ്. പക്ഷെ ഇന്ന് നീച്ചു നേരത്തെ എണീച്ചതുകൊണ്ട് അത് കുറച്ച് ഡിലേ ആയി. അല്ലെങ്കിൽ ആ കറിയും കൂടെ രാവിലെ തന്നെ സെറ്റാവും. പിന്നെ മീൻ്റെ പണി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സാരില്ല, സമയമുണ്ട്, 10 മണിയല്ലേ ആയിട്ടും. വേഗം ഞാൻ ഡബ് ചെയ്യട്ടെ. വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ആ മീനൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്നാൽ നല്ലോണം അതിനകത്ത് പിടിക്കുമല്ലോ മസാലയെല്ലാം. പിന്നെ ഫ്രൈ ചെയ്താൽ മതിയല്ലോ ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട്. ഒരു മണിയെല്ലാം ആകുമ്പോൾ മിനിമം എല്ലാവരും ഫുഡ് കഴിക്കും. അപ്പോൾ ഒരു 12 വരെയെല്ലാം ആകുമ്പോൾ ഫ്രൈ ചെയ്താലും മതിയാവും. അപ്പോഴേക്ക് മസാല പെരക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തതുകൊണ്ട് വലിയ ഉപകാരം. ആ പണി ഇപ്പോൾ ഇല്ലല്ലോ. അതുകൊണ്ട് വേഗം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മസാല തേച്ച് വെക്കാം. ഞാൻ എങ്ങനെയാണ് അയക്കൂറി ആവലിയെല്ലാം മസാല തേച്ച് വെക്കാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേ. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം പേസ്റ്റാക്കി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മുടെ മല്ലിപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് വെക്കും. ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം എടുത്ത് വെക്കുവേ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുത്ത് വെക്കും. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലോണം മസാലയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി ഈ മസാല ഓരോ ഫിഷായിട്ട് എടുത്തിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്ത് കൊടുക്കണം. ഫിഷിന് മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് പൊരിക്കുമല്ലോ. അതുകൊണ്ട് താഴെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ എടുത്ത് പൊരിച്ചാൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഈ മസാലേൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പം വേണമെങ്കിൽ അങ്ങനെ ആയാലും ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പുതിയ 2 കാസ്റ്റ് അയൺ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിന്. ഒരു ദോശത്തവയും അതുപോലെ തന്നെ ഒരു ചീനച്ചട്ടി പോലത്തെ ഒരു സാധനങ്ങളും. അപ്പോൾ അമ്മ അതിലെന്തൊക്കെയോ ചെയ്തിട്ട് അതൊന്ന് മയക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിന്. അമ്മ ഓൾറെഡി കുറച്ച് എന്തെല്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് നോക്കാം. വെളിച്ചെണ്ണ നിറച്ചും തേച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കല്ലുപ്പിട്ടിട്ട് കുറേ നേരം ഉരച്ച് കഴുകി കളഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്ത് എണ്ണ ഇട്ടിട്ട് നമ്മളെ ഒരു തുണി എടുത്തിട്ട് നല്ലോണം തുടച്ചു. അപ്പോൾ കുറച്ച് കറുപ്പ് നിറം വന്നിനു. ശേഷം അടുപ്പത്ത് വെച്ചിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് വെച്ചതാ ഇത്. ഇനി ഇതും കൂടി തുടച്ച് കഴിയുമ്പോഴേക്ക് ആ കറുപ്പ് നിറം വരില്ല. ഒന്നും കൂടി കഴുകണം. ഇങ്ങനെ പോകും കറുപ്പ് നിറം. അതുപോലെ തന്നെ ഇതും ചെയ്യണം. ഇതിപ്പോൾ ഉപ്പ് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ ഒരുക്കാൻ വെച്ചാൽ ശേഷം ഇനി പുളി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആക്കണം. അതോടുകൂടി നമ്മൾ ചട്ടി മയങ്ങി വരും. ചിലർ ചെമ്പരത്തി താളിയാക്കി വെക്കും. വാഴക്കറയിലാക്കുന്ന ചെമ്പരത്തി വാഴേന്റെ കറ ഇത് തണ്ടെടുത്തിട്ട് അതെ അത് വരക്കാം. വാഴക്കറ ഉള്ളി വയറ്റിച്ച് കളയുന്നതാണ്. പക്ഷെ നമുക്ക് എളുപ്പം ഇതേനു. ഏറ്റവും കൂടുതൽ എളുപ്പം തോന്നുന്നത് എനിക്ക് തന്നെയാണ്. നീറ്റും നല്ല പോയില്ലേ മുള് പറഞ്ഞ സാധനം പോയില്ലേ. ഞാൻ പറഞ്ഞ വീഡിയോ ഡബ് ചെയ്ത് കഴിഞ്ഞേ. അതിൻ്റെ ഇടയിൽ ഞാനിത് കുറച്ച് നട്ട്സ് എല്ലാം എടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. അപ്പോഴേക്കും അമ്മ ദോശ തവയെല്ലാം സെറ്റാക്കി കഴുകി വെച്ചിട്ടുണ്ടായിനെ. നല്ല നീറ്റായിട്ടുണ്ട്. ആ കറയെല്ലാം അങ്ങ് പോയിട്ടുണ്ട്. ഇനി 1-2 ദോശ നമ്മൾ ചുട്ടിട്ട് ഇങ്ങനെ കളഞ്ഞാൽ ആ കുറച്ചും കൂടെ ബാക്കിയുള്ളതും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയിക്കോളുമല്ലോ. പണ്ടെല്ലാം ഇങ്ങനത്തെ ദോശക്കല്ലിലല്ലേ അടുപ്പിലെല്ലാം ദോശ ചൂടുക. എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടോ. പണ്ട് ദോശ ചൂടൽ അടുപ്പിൽ ചുടുന്ന സമയത്ത് ഇപ്പം അങ്ങനെ കുറവാണ്. ഇതിന് നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് ഏതായാലും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം അമ്മേൻ്റെ മെയിൻ ഹോബി എന്താണെന്ന് വെച്ചാൽ നിച്ചുട്ടി ഇല്ലാത്തതുകൊണ്ട് TV ആ സമയം മാത്രമേ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ നിച്ചുട്ടി കാർട്ടൂൺ എന്ന് പറയും. അപ്പോൾ സിനിമ കാണുക. ഓരോ സിനിമ ഹോട്ട്സ്റ്റാറിലും പ്രൈമിലെല്ലാം എടുത്തിട്ട് കാണും. ഞാനും അമ്മയും കൂടി ഇരിക്കും. പക്ഷെ ഞാൻ പകുതിക്ക് എണീറ്റ് പോകും. അമ്മ അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പം അതാണ് നമ്മുടെ റൊട്ടീൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും എല്ലാം സിനിമ. ഇത് സൺഡേ ഹോളിഡേ സിനിമയാണ്. പണ്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല തോന്നുന്നതെന്ന് പറയും. പുതിയ സിനിമയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും പഴയ സിനിമ ആയാലും കാണും. അപ്പോൾ ആ സിനിമ കാണുന്ന സമയം കൊണ്ട് ഞാൻ മീനും ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് അതും അങ്ങ് സെറ്റ് ആയിക്കോളുമല്ലോ. കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം പിന്നെ ലോ ആക്കിയിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് സെറ്റ് ആയിക്കോളും.
അപ്പൊ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു മോർണിംഗ് റുട്ടീൻ ആയിരുന്നു നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായേ. ഇപ്പം കുറച്ച് നല്ല വെയിലെല്ലാം വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു മാവിന്റെ താഴെ നമുക്ക് ഭയങ്കര തണലാണ് കേട്ടോ. ഉച്ചവരെയുള്ള സമയത്തെല്ലാം അപ്പുറം വീട് പണിയെടുക്കുന്നുണ്ട്, അതിന് നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും